നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിനെ പിടിച്ചേ. അല്ല എടുത്തേ, അത് വേണ്ട, അത് ശരിയാവില്ല. ശരിയാവില്ലേ? ചേടാ, അതെന്താ ശരിയാവത്തെ? നാളെ ഒരു സമയത്ത് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ അതിനെ എടുത്തല്ലേ പറ്റൂ. അവളുടെ കുഞ്ഞിനെ എടുക്കരുതെന്ന് പറഞ്ഞിട്ടും അച്ചു അത് വകവയ്ക്കാതെ ചെന്നെടുത്തിട്ടേ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? അത് അച്ചുവിന് വിഷമം ഉണ്ടാക്കുന്നു മാത്രമല്ല, പിന്നെ ഒരു പിണക്കത്തിന് അത് മതി. ഇതിപ്പോ അവള് ചിലപ്പോ വാശിപ്പുറത്ത് വല്ലതും ഒക്കെ പറയുന്നതായിരിക്കും. വാശിപ്പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അവള് പറയുന്നത്. ഏടത്തിയോട് ഒരു കാര്യം കൂടി പറയണമായിരുന്നു. എന്നെ കൊണ്ട് കുഞ്ഞിന്റെ ഒരു കാര്യവും ചെയ്യിക്കുന്നില്ല അവള്. അവൾക്ക് ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കാനും പറ്റില്ല. അന്ന് അമ്മ പറഞ്ഞ പോലെ കുറച്ചു ദിവസം ഏടത്തിക്ക് അങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റുമോ? മോൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഭയങ്കര കരച്ചില്ല. അപ്പോൾ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അതാ. നീ പോണെങ്കി പോ. എനിക്കിവിടെ സഹായത്തിന് അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. നീ പോയി അവിടെ ചെന്ന് കുറച്ചു ദിവസം നിൽക്കും മീരെ. അവസ്ഥ ഇതായി പോയില്ലേ? അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ പോവുകയും ചെയ്യാം. എന്റെ മുന്നിൽ ഇതുപോലെ വല്ലതും അവള് കാണിച്ച മീരയുടെ തനി കൊണം അവള് കാണും. ഓഹ്, ഞാനും വരാം നിന്റെ കൂടെ. എടി, നീ പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു. നീ പ്രശ്നം ഉണ്ടാക്കാനല്ല, ഉണ്ടായ പ്രശ്നം പരിഹരിക്കാനാണ് നിന്നെ അങ്ങോട്ട് വിടുന്നത്. അതൊക്കെ എനിക്കറിയാം. ഇന്നിനി പോണോ മോനെ? ഇത്രയും രാത്രിയായ സ്ഥിതിക്ക്. അല്ല, ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായി. അച്ഛനത് കഷ്ടപ്പെട്ട് പറയണ്ട. ഞങ്ങൾ നാളെ പോകുന്നുള്ളൂ. അല്ല, ആവണിമോളത്തൊന്നും മിണ്ടാതിരിക്കുന്നേ, എന്തെങ്കിലും പറയടോ. ഒരു ഗ്യാപ്പ് കിട്ടട്ടെ എന്ന് വെച്ച് മിണ്ടാതിരുന്നതാ. ആഹാ, എന്തെങ്കിലും പറയാൻ പറഞ്ഞ സ്ഥിതിക്ക് പറയാം. അമ്മയോടൊപ്പം നാളെ ഞാനും കൂടെ വരട്ടെ അങ്ങോട്ട്. അതിന് ചോദിക്കാൻ എന്തിരിക്കുന്നു? മോളും വാ. അച്ഛാ, കുറച്ചു ദിവസം സ്കൂളില്ലല്ലോ, ഞാനും പൊക്കോട്ടെ. നീയും വയ്ക്കോ. പോകുന്നതൊക്കെ കൊള്ളാം, അവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് നീ, കേട്ടോ? ഞാൻ അങ്ങനെ ചെയ്യോ? അതെ, നീ വേണം നിന്റെ അമ്മയൊന്ന് നോക്കാൻ, കേട്ടോ? അത് ഞാൻ ഏറ്റു. ആ, എന്നാ പിന്നെ നിങ്ങളിരിക്കെ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഏടത്തി, ഒന്ന് വരുമോ? ഒരു കാര്യം പറയട്ടെ. ആന്റി, ഇതാരാ? ആവണി മോളോ? എവിടെ കുഞ്ഞുവാ? വീരെടുത്തി എവിടെ? മീരാന്റെ കുഞ്ഞുമോളെ കാണട്ടെ. ഇങ്ങ് വാ. ചക്കര. സന്ദീപ് ഇന്ന് പോയില്ലായിരുന്നോ? ഇല്ല. ഏത് നേരം കുഞ്ഞാവയുടെ അടുത്തിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങള് പോവാത്തെ? അതേലോ, അതുകൊണ്ടാ പോവാത്തെ. പിന്നെ ആവണിമോള് കുഞ്ഞുമോളുടെ അടുത്തിരിക്കുകയാണെങ്കിൽ അങ്കിള് ജോലിക്ക് പോവാ. അതിനല്ലേ ഞങ്ങള് വന്നത്. ഞാനും അമ്മയും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവും. ഇന്നു മുതല് കുഞ്ഞുമോളുടെ കാര്യങ്ങളൊക്കെ നോക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. അല്ലേ മോളെ? നീ എന്തിനാ അച്ചു ഇങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കുന്നേ? കുഞ്ഞിനെ നല്ലപോലെ കണ്ടോ? നോക്ക്. കുഞ്ഞാവേ, ധാരാ നോക്കിയേ. നീ എന്താ അന്യയുടെ കൊച്ചിനെ പോലെ? നിന്റെ അനിയത്തിയുടെ കുഞ്ഞല്ലേ ഇത്?
മുൻപൊന്നും ഇങ്ങനെ അല്ലായിരുന്നല്ലോ. കുഞ്ഞിനെ തറയിൽ വെക്കില്ലായിരുന്നു നീ. ഇപ്പൊ ആ ആവേശമൊക്കെ പോയോ? ദാ, കുഞ്ഞിനെ പിടിച്ചേ. അല്ല ആ. എടുത്തി, അത് വേണ്ട, അത് ശരിയാവില്ല. ശരിയാവില്ലേ? ചേടാ, അതെന്താ ശരിയാവത്തെ? നാളെ ഒരു സമയത്ത് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ അതിനെ എടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഇപ്പോഴേ എടുത്ത് പഠിക്കുന്നത് നല്ലതാ. ദാ, പിടിക്ക്, അങ്ങോട്ട് പിടിക്ക്. ആ, നല്ല പിടിച്ചോ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ആവണി മോള് വരുന്നു അങ്കിളുടെ കൂടെ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. തക്കിടുവാവേ, അമ്മേ. പോന്നെങ്കി പൊയ്ക്കോ. ആ, വാ പോ. വാ, വാ. ഞാനിപ്പോ വരാവേ. സന്ദീപിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സന്ദീപേ, മോള് ചെന്ന് കാറിലിരിക്കും. അങ്കിൾ ഇപ്പൊ വരും. എന്താ എടുത്തി? സന്ദീപ് എന്തുകൊണ്ടാ ഓഫീസിൽ പോവാത്തെന്ന് എനിക്കറിയാം. നീ മാത്രമല്ല, സച്ചീവ്. സന്ദീപ് ഒന്നും ഉണ്ട് വിഷമിക്കണ്ട. മരുന്നൊക്കെ സമയാസമയം അർച്ചന കൊടുത്തോളും. ആതിര അറിയാതെ കുഞ്ഞിനെ ഞാൻ അർച്ചനയുടെ അടുത്ത് എത്തിച്ചോളാം. അങ്ങനെ ഒരു സഹായത്തിന് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് സന്ദീപ് സമാധാനായിട്ടിരിക്കെ. ബാക്കിയെല്ലാം ഞാനും സച്ചിയും അർച്ചനയും കൂടി ഏറ്റു. ദേ, കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല, ആതിരയുടെ കാര്യത്തിൽ ഇനി ടെൻഷൻ ആവണ്ട. ഞാനിവിടുന്ന് പോകുന്നതിന് മുൻപേ അവളുടെ അസുഖം മാറ്റിയിട്ടേ ഇനി ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നുള്ളൂ. നീ ചെല്ല്. എന്താ മാഡം അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? വക്കാലത്ത് ഒപ്പിടാൻ ജയിലിലേക്ക് എന്റെ ഒരു സ്റ്റാഫിനെ വിട്ടിരുന്നു. എന്നിട്ട് ധനുഷ വക്കാലത്ത് സൈൻ ചെയ്ത് തന്നില്ല. സൈൻ ചെയ്ത് തന്നില്ലേ? അതെന്താ? എന്റെ സ്റ്റാഫ് ചെല്ലുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് മോഹൻകുമാർ സാറ് വക്കാലത്ത് സൈൻ ചെയ്ത് വാങ്ങിയിരുന്നു. ആ, അതെങ്ങനെ ശരിയാവും? ധനുഷിനെ ജാമ്യത്തിലിറക്കാൻ ഞാനല്ലേ മാഡത്തിനെ ഏൽപ്പിച്ചേ? പിന്നെ ഈ അഡ്വക്കേറ്റ് മോഹൻകുമാർ എവിടുന്ന് വന്നു? എന്റെ ബാർ അസോസിയേഷനിലുള്ള മെമ്പർ തന്നെയാ മോഹൻകുമാർ സാറും. ഞാൻ വിളിച്ച് സാറിനോട് അന്വേഷിച്ചു. സാറിന്റെ കയ്യിൽ കേസ് ഏൽപ്പിച്ചത് സന്ധ്യ എന്നൊരു സ്ത്രീയാ. പുള്ളിക്കാരി ഡോക്ടറാണെന്നാ പറഞ്ഞത്. സന്ധ്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.